ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മധൂദാണ്. നല്ല അടിപൊളി രുചിയിൽ എങ്ങനെ ഒരു ബീഫ് മധൂദ് ഉണ്ടാക്കാം എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ. അതിനാദ്യം ഒരു മധൂദ് മസാല ഉണ്ടാക്കണം. അതിന് മല്ലി, ചെറിയ ജീരകം, പട്ട, ബേ ലീവ്സ്, ഗ്രാമ്പു, കുരുമുളക്, ഏലക്കായ, വലിയ ജീരകം എന്നിവയാണ് വേണ്ടത്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് ഈ ഓൾ സ്പൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം. എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മധൂദ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുക്കുക. നേരത്തെ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതേ ആ ഒരു വലുപ്പത്തിൽ എല്ലാ ബീഫും കട്ട് ചെയ്താൽ മതി. പറ്റ ചെറുതാവരുത്. ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മധൂദ് മസാലയിൽ നിന്നും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ കപ്സ മസാല ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ. പിന്നെ കുരുമുളക്, ഉപ്പ്, കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബീഫ് വേവാൻ വേണ്ട വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിക്കണം. 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും ആക്കണം. പിന്നെ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള 2 സവാള ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത്, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മധൂദ് മസാല, കപ്സ മസാല, പിന്നെ സ്പൈസസ് ആണ്. ആദ്യം 4 തക്കാളിയും പച്ചമുളകും കൂടെ മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ഇട്ട് കൊടുക്കണം. രണ്ടും ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഉണക്ക നാരങ്ങ, മല്ലി, കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതുമെല്ലാം ഇട്ട് കൊടുക്കണം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചെറുതാക്കി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നേരത്തെ കട്ട് ചെയ്ത ക്യാപ്സിക്കം ഒരു 3/4 കഷ്ണം ഉണ്ട് കേട്ടോ, ഫുൾ എടുത്തിട്ടില്ല. അതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം.
ക്യാപ്സിക്കം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ മിക്സിയിലടിച്ച തക്കാളി ഇതിലേക്കിട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഇട്ടതിൻ്റെ ബാക്കി മസാല, മധുഹൂദ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മധുഹൂദ് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കബ്സ മസാല എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ബീഫ് മസാല ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മാഗി ക്യൂബിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കാത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുരുമുളക് പൊടി ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ വിസിലായി മാറ്റി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ബീഫൊന്ന് ഇതിൽ കിടന്ന് മസാല നന്നായി ഒന്ന് പൊടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് വെന്ത് വന്നാൽ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ബീഫ് മാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ എല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നാരങ്ങനീരും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ
സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് മന്തി റൈസാണ് യൂസ് ചെയ്യണത് ആ അരി ഇതിലേക്ക് എടുത്താൽ മതി. ഞാൻ അരമണിക്കൂറാണ് വെള്ളത്തിൽ കുതിർത്തിട്ട്, അതൊന്നും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അരമണിക്കൂർ ആണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. അങ്ങനെ അരി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അരി തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്, വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് നടുവിലായിട്ട് നേരത്തെ മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. ഞാനും അതും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. നടുവിലിട്ടതിന് ശേഷം നേരത്തെ സൈഡിലേക്ക് മാറ്റി വെച്ച അരി അതിൻ്റെ മുകളിൽ തന്നെ ആക്കി കൊടുത്ത് എല്ലായിടത്തും ഒരേ മാതിരി ആക്കിയെടുക്കണം. ഇനി ഇത് ഒരു വാഴയില വെച്ചിട്ടാണ് ഞാൻ ദമ്മിടണത്. വാഴയില വെച്ച് എല്ലായിടത്തും കവറായി എന്ന രീതിയിൽ വാഴയില വെക്കണം. അതിൻ്റെ എല്ലായിടത്തും വെച്ചതിന് ശേഷം ഇത് മൂടി വെക്കുക. എന്നിട്ട് മുകളിൽ കണല് വാരിയിട്ട് നല്ല കട്ടിയുള്ള അമ്മിക്കല്ല് മയത്ത് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. 1 മണിക്കൂറെങ്കിലും ദമ്മിന് വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിക്കണേ. ദമ്മ് പൊട്ടിച്ച് ഇതേപോലെ വാഴൻ്റെ ഇലയൊക്കെ മാറ്റി നല്ല സൂപ്പറായി വിളമ്പുക. അങ്ങനെ നമ്മുടെ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് മധുഹൂത്ത് അടിപൊളിയാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി മധുഹൂത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.